ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഹെല്ലൻ കെല്ലറിൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതകഥയിലെ ഭാഗം 6. എല്ലാ ഭാഷകളും തുറക്കാനുള്ള താക്കോൽ ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ ഞാൻ വെമ്പൽ കൊണ്ടു. കേൾവിശക്തിയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു അധ്വാനവും കൂടാതെ ഭാഷ സ്വായത്തമാക്കാം. മറ്റുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അവർക്ക് പിടിച്ചെടുക്കാം. അതേസമയം ഭദ്രയായൊരു കുട്ടിക്ക് സാവധാനവും അല്പം വേദനാജനകവുമായ പ്രക്രിയയിലൂടെ അവയെ കെണിവെച്ച് പിടിക്കേണ്ടി വരും. പക്ഷേ അതെന്തായാലും ഫലം അത്ഭുതകരമായിരിക്കും. വസ്തുക്കളുടെ നാമത്തിൽ നിന്ന് തുടങ്ങി വിക്കലോടെയുള്ള ആദ്യാക്ഷരവും ഷേക്സ്പിയറുടെ ഒരു വരിയിലെ ചിന്തയുടെ വ്യാപ്തിയും തമ്മിലുള്ള വിപുലമായ വ്യത്യാസം തരണം ചെയ്യുന്നതുവരെ ഞങ്ങൾ പടിപടിയായി കയറി. ആദ്യം ടീച്ചർ ഏതെങ്കിലും ഒരു വസ്തുവെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചിരുന്നുള്ളൂ. എങ്കിലും എൻ്റെ ആശയങ്ങൾ അവ്യക്തവും പദങ്ങളുടെ വ്യാപ്തി അപര്യാപ്തവുമായിരുന്നു. പിന്നീട് വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കാൻ തുടങ്ങിയതോടെയും കൂടുതൽ വാക്കുകൾ സ്വായത്തമാക്കിയതോടെയും എൻ്റെ ചോദ്യങ്ങൾ വർദ്ധിച്ചു. ഇനിയും കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസയോടെ ഒരേ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വന്നു. ഒരു പുതിയ പദം പലപ്പോഴും എൻ്റെ ആദ്യകാലാനുഭവങ്ങളിലൂടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിബിംബത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതായിരിക്കും. ഞാൻ ആദ്യമായി സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷിച്ച ആ ദിവസം ഇപ്പോഴും ഓർക്കുന്നു. പല വാക്കുകളും പഠിക്കുന്നതിന് മുമ്പായിരുന്നു ഇത്. തോട്ടത്തിൽ ആദ്യമായി വിരിഞ്ഞ ഒരു കുല വയലറ്റ് പുഷ്പങ്ങളുമായി ഞാൻ ടീച്ചറുടെ അരികിൽ ചെന്നു. അത് കൊടുത്തപ്പോൾ ടീച്ചർ എന്നെ ചുംബിക്കാൻ ശ്രമിച്ചു. അമ്മയല്ലാതെ മറ്റാരും ചുംബിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ടീച്ചർ എന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കയ്യിൽ വിരൽമുദ്രകൾ കൊണ്ട് എഴുതി, "ഞാൻ ഹെലനെ സ്നേഹിക്കുന്നു." "സ്നേഹം എന്നാൽ എന്താണ്?" ഞാൻ ചോദിച്ചു. ടീച്ചർ എന്നെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു എൻ്റെ ഹൃദയത്തിനു നേരെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, "അത് ഇവിടെയുണ്ട്." അന്നാദ്യമായാണ് ഹൃദയമിടിപ്പിനെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടായത്. ടീച്ചറുടെ വാക്കുകൾ എന്നെ കുഴപ്പിച്ചു. കാരണം സ്പർശിച്ചു നോക്കാതെ ഒന്നിനെയും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ടീച്ചറുടെ കയ്യിലിരുന്ന പുഷ്പങ്ങൾ മണത്തു നോക്കിക്കൊണ്ട് പകുതി വാക്കുകൊണ്ടും പകുതി മുദ്രകളിലൂടെയും ഞാൻ ആരാഞ്ഞു, "സ്നേഹമെന്നാൽ പൂക്കളുടെ മാധുര്യമാണോ?" അല്ല. ഞാൻ വീണ്ടും ചിന്തിച്ചു. സൂര്യൻ്റെ ഇളം ചൂട് ഞങ്ങൾക്കുമേൽ പതിക്കുന്നുണ്ടായിരുന്നു. "ഇത് സ്നേഹമല്ലേ?" ഞാൻ കടന്നുവരുന്ന ഭാഗത്തേക്ക് ചൂണ്ടി ഞാൻ വീണ്ടും ചോദിച്ചു, "ഇത് സ്നേഹമല്ലേ?" എല്ലാത്തിനെയും വളരാൻ സഹായിക്കുന്ന ചൂട് തരുന്ന സൂര്യനേക്കാൾ സൗന്ദര്യമുള്ള മറ്റൊന്നും തന്നെ ഈ ലോകത്തിലില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത. മിസ് സള്ളിവൻ നിഷേധാർത്ഥത്തിൽ തല കുലുക്കിയപ്പോൾ ഞാൻ നിരാശപ്പെടുകയും വീണ്ടും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. സ്നേഹം എന്താണെന്ന് കാണിച്ചു തരാൻ ടീച്ചർക്ക് കഴിയാത്തത് വളരെ അതിശയകരമായി എനിക്ക് തോന്നി. 1-2 ദിവസങ്ങൾക്കു ശേഷം ഞാൻ ഒരിടത്തിരുന്ന് ഒരു ചരടിൽ മുത്തുകൾ കോർക്കുകയായിരുന്നു. 2 വലുത് പിന്നെ 3 ചെറുത് എന്ന ക്രമത്തിലാണ് കോർത്തുകൊണ്ടിരുന്നത്. അനേകം തവണ ഞാനത് തെറ്റിച്ചുവെങ്കിലും മിസ് സള്ളിവൻ ക്ഷമയോടെ അതെല്ലാം പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അവസാനമായപ്പോൾ മുത്തുകളുടെ ക്രമത്തിൽ വളരെ വ്യക്തമായൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടെത്തി. ഒരു നിമിഷം ഞാൻ പാഠഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ തെറ്റ് എങ്ങനെ തിരുത്തുമെന്ന് ചിന്തിച്ചു. ഉടനെ ടീച്ചർ എൻ്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് സ്പഷ്ടമായ ഊന്നലോടെ ചിന്തിക്കുക എന്ന വാക്കിൻ്റെ അക്ഷരങ്ങൾ എഴുതി. എൻ്റെ തലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് അതെന്ന് ആ ക്ഷണത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആദ്യമായാണ് അമൂർത്തമായൊരു ആശയത്തെക്കുറിച്ചുള്ള അവബോധം എനിക്കുണ്ടായത്. ഏറെ നേരം ഞാൻ നിശ്ചലയായിരുന്നു. മടിയിലുള്ള മുത്തുകളെക്കുറിച്ചായിരുന്നില്ല എൻ്റെ ചിന്ത. ഈ പുതിയ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്നേറെ നേരം സൂര്യൻ കാർമേഘത്തിനുള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ടായി. പക്ഷെ പെട്ടെന്ന് അങ്ങേയറ്റത്തെ ശോഭ ചൊരിഞ്ഞുകൊണ്ട് സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. "ഇത് സ്നേഹമല്ലേ?" ഞാൻ വീണ്ടും ടീച്ചറോട് ചോദിച്ചു. "സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ആകാശത്തുണ്ടായിരുന്ന മേഘങ്ങളെപ്പോലെയാണ് സ്നേഹം," ടീച്ചർ പറഞ്ഞു. പിന്നെ കുറച്ചുകൂടി ലളിതമായ വാക്കുകളിൽ വിവരിച്ചു തന്നു. അന്ന് അതൊന്നും എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ടില്ലെങ്കിലും ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്. "നിനക്ക് മേഘങ്ങളെ സ്പർശിക്കാനാവില്ലെന്ന് നിനക്കറിയാമല്ലോ. എങ്കിലും നീ മഴയെ അനുഭവിച്ചറിയുന്നു. ചൂടുള്ള ഒരു പകലിന് ശേഷം മഴ കോരിച്ചൊരിയുമ്പോൾ ദാഹിച്ചുണങ്ങിയ ഭൂമിയും പുഷ്പങ്ങളും എല്ലാം എത്രമാത്രം ആനന്ദം കൊള്ളുന്നുവെന്ന് എല്ലാം നിനക്കറിയാം. അതുപോലെ സ്നേഹത്തെയും നിനക്ക് സ്പർശിക്കാനാവില്ല. എങ്കിലും അത് എല്ലാത്തിലും കോരി നിറയ്ക്കുന്ന മാധുര്യം അനുഭവിച്ചറിയാനാവും. സ്നേഹമില്ലാത്തപ്പോൾ നീ ഒരിക്കലും സന്തുഷ്ടയായിരിക്കില്ല. കളിക്കാനൊന്നും തോന്നില്ല." മനോഹരമായ ആ യാഥാർത്ഥ്യം എൻ്റെ മനസ്സിനെ പിളർക്കുന്നതായിരുന്നു. എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കൾക്കിടയ്ക്ക് അദൃശ്യമായ രേഖകൾ വ്യാപിച്ചു കിടക്കുന്നതായി എനിക്ക് തോന്നി. സാധാരണ കേൾവിശക്തിയുള്ള ഒരു കുട്ടിയോടെന്ന പോലെയാണ് മിസ് സള്ളിവൻ പഠനം തുടങ്ങിയതു മുതൽ എന്നോട് സംസാരിച്ചിരുന്നത്. അക്ഷരങ്ങളെ എൻ്റെ കയ്യിൽ കൈമുദ്രകളാക്കിയാണ് വാക്യങ്ങൾ പറഞ്ഞിരുന്നത്.
എന്നത് മാത്രമായിരുന്നു വ്യത്യാസം. എൻ്റെ ചിന്തകൾ പ്രതിഫലിപ്പിക്കാനുള്ള വാക്കുകളും ശൈലികളും കിട്ടാതെ വരുമ്പോൾ ടീച്ചർ നിർലോഭം സഹായിക്കും. ഈ രീതിയിലുള്ള പഠനം വർഷങ്ങളോളം തുടർന്നു. കാരണം നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ശൈലികളും ആശയങ്ങളും പോലും പഠിക്കാൻ ബധിരയായ ഒരു കുട്ടിക്ക് ഏതാനും മാസങ്ങൾ മതിയാവില്ല. വർഷങ്ങൾ തന്നെ വേണ്ടിവരും. സാധാരണ കുട്ടികൾക്ക് തുടർച്ചയായുള്ള ആവർത്തനങ്ങളിലൂടെ അനുകരണങ്ങളിലൂടെയും ഇവയെല്ലാം പെട്ടെന്ന് കേട്ട് പഠിക്കാൻ കഴിയും. വീട്ടിൽ നിന്ന് കേൾക്കുന്ന സംഭാഷണങ്ങളെല്ലാം കുട്ടിയുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുകയും മനസ്സിലുള്ള ചിന്തകളെ പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സ്വാഭാവികമായി ഈ ആശയ കൈമാറ്റങ്ങളെല്ലാം തന്നെ ബധിരരായ കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ടീച്ചർ ഇത് തിരിച്ചറിഞ്ഞ് എനിക്ക് നഷ്ടമായ പ്രചോദനങ്ങളെല്ലാം തന്നുകൊണ്ടിരുന്നു. കേൾക്കുന്നതെല്ലാം പദാനുപദം ആവർത്തിച്ചും സംഭാഷണത്തിൽ എനിക്ക് എങ്ങനെ പങ്കെടുക്കാമെന്ന് മനസ്സിലാക്കിത്തന്നുമാണ് ടീച്ചർ അതെല്ലാം ചെയ്തിരുന്നത്. ഞാൻ സ്വമേധയാ സംഭാഷണത്തിന് ഒരുങ്ങാൻ ധൈര്യപ്പെടുന്നതിനു വേണ്ട സമയത്ത് വേണ്ട കാര്യം പറയാൻ കഴിവുണ്ടാകുന്നതുവരെ ഒക്കെ വളരെ മുമ്പായിരുന്നു അത്. അന്ധരോ ബധിരരോ ആയവർക്ക് സംസാരശേഷി ആർജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ധതയും ബധിരതയും ഒരേപോലെ ബാധിച്ചവർക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും. ശബ്ദത്തിൻ്റെ ധ്വനി തിരിച്ചറിയാനോ പരസഹായമില്ലാതെ വാക്കുകൾക്ക് അർത്ഥം നൽകുന്ന സ്വരങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാനോ സംസാരിക്കുന്നയാളുടെ മുഖത്തെ ഭാവം പലപ്പോഴും ഒരു നോട്ടത്തിൽ പറയുന്നതിൻ്റെ ആത്മാവ് തന്നെ കുടികൊള്ളുന്നുണ്ടാവും. കാണാനോ ഒന്നും തന്നെ അവർക്ക് കഴിയില്ല. താങ്ക് യു.